ദൈവത്തിന്റെ പരിശുദ്ധ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം കൂടെ കർത്താവ് നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. അതിന് ഒന്നാമതായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. കഷ്ടതകളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. നാം ദിനം പ്രതി അതിനെ തരണം ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലും പ്രയാസങ്ങളില്ല, കഷ്ടതകളില്ല എന്ന് പറയുവാൻ കഴിയുകയില്ല. അവിടെ പലപ്പോഴും കഷ്ടതകൾ കടന്നു വരുമ്പോൾ ദൈവത്തിന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ തൻ്റെ സ്വന്തം നീതിയിലും സ്വന്തമായിട്ടുള്ള കഴിവിലും സ്വന്തം അറിവിലും ചിന്തയിലും ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പലപ്പോഴും തങ്ങളുടെ യാത്രകൾ, തങ്ങളുടെ വഴികൾ ശരിയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവത്തിന് കീഴ്പ്പെടാതെ മുന്നോട്ട് പോകുന്ന വ്യക്തികൾ. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 39-ാമത്തെ വാക്യം നമ്മൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ പിതാക്കന്മാർ അവനെ കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞും അഹരോനോട് ഞങ്ങൾക്ക് മുമ്പായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക, ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നടത്തിയ ദൈവത്തെ അവന് കീഴ്പ്പെടുവാൻ കഴിയാതെ വണ്ണം ഇസ്രായേൽ ജനത്തിന് മിസ്രൈമിൽ തങ്ങളെ രക്ഷിച്ച് വിടുവിച്ച് വഴി നടത്തിയ ദൈവത്തിന് കീഴ്പ്പെടുവാൻ കഴിയാതെ അവിടെ ദൈവത്തിന്റെ ഹിതമല്ലാത്ത പ്രവൃത്തികളിൽ ആശ്രയിച്ച് ഒരു തിരിഞ്ഞുനോട്ടം, പ്രത്യേകിച്ച് മിസ്രൈമിലേക്ക് നോക്കി അവിടെ തൻ്റെ പഴയ ജീവിതത്തിലേക്ക് പോകുന്ന ഒരു ജനത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. താഴോട്ട് വായിക്കുമ്പോൾ വ്യക്തമാക്കുകയാണ്, അവിടെ മോശ എന്ന ദൈവഭക്തൻ ഇസ്രായേൽ ജനത്തെ നയിച്ച വ്യക്തി, അദ്ദേഹം വരുവാനായിട്ട് പർവ്വതത്തിൽ നിന്നും വരുവാനായിട്ട് താമസിച്ചപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനായിട്ട് തങ്ങളെ ഇനി നയിക്കുവാൻ ആരുമില്ല, തങ്ങളെ ഇനി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് തനിക്ക് നല്ലത് പറഞ്ഞു തരുവാനായിട്ട് ഒരു വ്യക്തിയും ഇല്ല എന്ന ഒരു ചിന്തയോടുകൂടെ അവർ പഴയതിലേക്ക് അവിടെ പറയുകയാണ്, ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അവർ അതിന് നമസ്കരിക്കുന്ന ഒരു അനുഭവത്തെ അവിടെ കാണുവാൻ കഴിയുന്നു. നമ്മുടെ ജീവിതങ്ങളിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു വരാറുണ്ട്. പലപ്പോഴും മാനസാന്തരപ്പെട്ടു എന്ന് പറയുമ്പോഴും നാം ചില സാഹചര്യങ്ങൾ, ചില ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ഈ മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ നിന്നും അകന്നു പോകുന്ന, അതിനർത്ഥം യഥാർത്ഥമായിട്ടുള്ള ഒരു മാനസാന്തരം അവന് വന്നിട്ടില്ല എന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം നമുക്ക് ചുറ്റുമുണ്ട്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. റോമാലേഖനം 8-ാം അധ്യായം 7-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നു: ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. ഇവിടെ വ്യക്തമാക്കുകയാണ് എന്തുകൊണ്ടാണ് ദൈവത്തിന് കീഴ്പ്പെടുവാൻ, ദൈവകൽപ്പന അനുസരിക്കുവാൻ കഴിയാത്തത്. അത് ജഡത്തിന്റെ പ്രവൃത്തി കൊണ്ട്, ജഡത്തിന്റെ ചിന്ത കൊണ്ടാണ്, ജഡത്തിന്റെ ഒരു പരിവർത്തനം കൊണ്ടാണ് എന്ന് അവിടെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഭൗതികമായിട്ട് തനിക്ക് വരുന്ന ചില സാഹചര്യങ്ങൾ, ചില പ്രതിസന്ധികൾ കൊണ്ട് തന്നെ അവൻ പൂർണ്ണമായിട്ടും ആ ദൈവം പറഞ്ഞ കാര്യങ്ങളെ ആ ദൈവത്തിന് അനുസൃതമായിട്ട് ചെയ്യുവാൻ സാധിക്കാതെ അവൻ്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ അകപ്പെട്ട് അവിടെ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന അനുഭവങ്ങളെ കാണുവാൻ കഴിയുന്നു. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ അവിടെ പൗലോസ് അങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നത്. ജഡത്തിന്റെ പ്രവൃത്തിയാണ് മനുഷ്യന് ദൈവത്തോട് കീഴ്പ്പെടുവാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്നത് എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുപോലെ ഒരു ഉദാഹരണം നാം തിരുവചനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ശൗൽ എന്ന രാജാവ് ദൈവഹിതത്തിന് അനുസൃതമല്ലാതെ ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും അതിനനുസൃതമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഫറവോൻ രാജാവ് ദൈവകൽപ്പന അവിടെ കേട്ടിട്ടും, ദൈവത്തിന്റെ അരുളപ്പാടുകളെ കേട്ടിട്ടും അത് അനുസരിക്കുവാൻ കഴിയാതെ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 22 വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാൾ ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ നല്ലത് എന്ന് അവിടെ വചനം പഠിപ്പിക്കുകയാണ്. ദൈവഹിതം, ദൈവകൽപ്പന അനുസരിക്കുന്നതാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് കീഴടങ്ങുന്നതാണ് ഏറ്റവും വലിയ അനുഭവം, അല്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വലിയ ദൈവഹിതം എന്ന് അവിടെ വചനം പഠിപ്പിക്കുകയാണ്. ഏറ്റവും ശ്രേഷ്ഠകരമാണ്. പലപ്പോഴും മനുഷ്യനത് സാധിക്കാതെ പോകുന്നു. ഇവിടെ അപ്രകാരം അനുസരിച്ച ചില വ്യക്തികളെയും നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ അബ്രഹാം
തന്നെ വിളിച്ച് വേർതിരിക്കുന്ന സമയത്ത് തന്നെ ഒരു വാക്ക് പോലും തിരിച്ചു പറയാതെ മിണ്ടാതെ തൻ്റെ യാത്ര പുറപ്പെടുന്ന അബ്രഹാമിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഗബ്രിയേൽ ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷനാകുമ്പോൾ അവിടെ മറിയ തന്നെത്താൻ സമർപ്പിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, അങ്ങയുടെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. പലപ്പോഴും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നാം ഇപ്രകാരം ദൈവത്തിന് കീഴ്പ്പെട്ടുകൊണ്ട്, ദൈവത്തിനെ അനുസരിച്ചുകൊണ്ട്, കർത്താവിന്റെ വചനങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും ജഡത്തിന്റെ ചിന്തകളും ജഡീക സാഹചര്യങ്ങളും നമ്മെ അതിൽ നിന്നും അകറ്റാറുണ്ട്. ഇയ്യോബിന് സംഭവിച്ചതും അത് തന്നെയാണ്. അവിടെ പിശാച് വിചാരിച്ചു, തീർച്ചയായിട്ടും ഇയ്യോബിന് ഇത്തരത്തിലുള്ള കഷ്ടതകൾ അവന്റെ ജീവിതത്തിൽ കൊണ്ട് നിറയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്നും അകന്നു പോകും. പൈശാചികന്റെ ആവശ്യവും അത് തന്നെയാണ്. അവിടെ ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുക. അതിനായിട്ട് ഭൗതികമായിട്ടുള്ള ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നുകൊണ്ടേയിരിക്കും. നാം മനസ്സിലാക്കുക, ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിലും ദൈവത്തിന് കീഴ്പ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെയാണ് എങ്കിൽ അവിടെ മറിയെ പോലെ, അതുപോലെ അബ്രഹാമിനെ പോലെ, മറിയയുടെ ജീവിതം നമുക്കറിയാം ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു അനുഭവത്തിലേക്ക്, കർത്താവിന്റെ അമ്മ എന്നുള്ള ശ്രേഷ്ഠ പദവിയിലേക്ക് മറിയ കടന്നു വന്നു എന്ന്, അവിടെ ഭാഗ്യവതിയായിട്ട് കടന്നു വന്നു എന്നവിടെ കാണുവാൻ കഴിയുന്നു. അബ്രഹാം വിശ്വാസികളുടെ പിതാവായിട്ടും ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് കടന്നു വന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അത്തരത്തിലും നാമും ദൈവത്തിന് കീഴ്പ്പെടുവാൻ തയ്യാറായാൽ, ഏത് സാഹചര്യത്തിലും ദൈവത്തിന് കീഴ്പ്പെടുവാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം വലിയ അനുഭവങ്ങളെ, നന്മകളെ, അതിശയങ്ങളെ പ്രവർത്തിക്കും. അത് നിശ്ചയമാണ്. അപ്രകാരം ദൈവത്തിന് കീഴ്പ്പെട്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.